പ്രത്യേകത. വായനയിൽ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ പുസ്തകത്തെ ആളായിട്ട് മാറുന്നു. കോടയിൽ നിന്നുള്ള നോവൽ ഞാൻ വായിക്കുമ്പോൾ ഞാൻ പപ്പുമായിട്ട് മാറുന്നു, ആ കുട്ടിയായിട്ട് മാറുന്നു, ആ ഒരു രീതി സ്ത്രീയായിട്ട് മാറുന്നു. അങ്ങനെ ഓരോ കഥാപാത്രവുമായിട്ടും മാറുകയാണ് നമ്മൾ വായിക്കുന്നത്. വല്ലാത്തൊരു മോണോ ആക്ടാണ്. അങ്ങനെ ആ കഥാപാത്രങ്ങളായിട്ട് മാറി അവരുടെ ജീവിതവുമായിട്ട് തന്മയീഭവിച്ച് ഒരു പുതിയ ലോകത്തിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ വായന അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വായനയും നമുക്ക് നൽകുന്നത് പുതിയ പുതിയ ലോകങ്ങളാണ്, പുതിയ പുതിയ ആശയങ്ങളാണ്, പുതിയ പുതിയ പരിപ്രേക്ഷ്യങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിതയുടെ പുസ്തകം എന്ന് മാത്രം പേരുള്ള ഒരു കവിത ആരെങ്കിലും തോന്നുകയാണ്. പുസ്തകം എന്നൊരു കവിതയോ എൻ വി എഴുതിയിട്ടുള്ള പുസ്തകം എന്നൊരു കവിത. അതിൽ പറഞ്ഞ 2-3 തരം പുസ്തകങ്ങളെ കുറിച്ച് എൻ വി പറയുക. ഒന്ന് നമ്മുടെ ബുദ്ധിയോട് സംബന്ധിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഏതാ ബുദ്ധിയോട് സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ? ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ ബുദ്ധിയോട് സംബന്ധിക്കുന്നവയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ആത്മീയമായ ചോദനകളോട് സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ആത്മീയ ഗ്രന്ഥങ്ങൾ, പൗരാണിക ഗ്രന്ഥങ്ങളോ ഉപനിഷത്തുകളോ ബൈബിളോ ഖുർആനോ അതേപോലെയുള്ള കൃതികളൊക്കെ അതിൽ പെടുന്നു. അതേ സമയത്ത് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിക്കുന്ന, വികാരങ്ങളുടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന വൈകാരികമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ എടുത്തുയർത്തുന്ന കൃതികളുണ്ട്. ഇതിൽ ഏറ്റവും അധികം നമ്മെ സ്വാധീനിക്കുന്നതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുന്നതും ഇത്തരം കൃതികളാണ്. ഏതുതരം കൃതികൾ? വൈകാരികമായ വിക്ഷുബ്ധത മനസ്സിനുണ്ടാക്കിയിട്ട് മനസ്സിനെ ഉദാത്തീകരിക്കുന്ന കൃതികൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുക. മറ്റത് വേണ്ടാന്നല്ല, നമ്മുടെ യുക്തിബോധത്തെ, വിവേകത്തെ ഒക്കെ, ചിന്താശക്തിയെ ഒക്കെ വിപുലീകരിക്കുമെങ്കിലും ഈ ഹൃദയവുമായിട്ട് നേരിട്ട് സംവദിക്കുന്നത് ഇങ്ങനെ വൈകാരികമായ അനുഭൂതിയുടെ ലോകം തുറന്നിടുന്ന വായനകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ